പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി ആദ്യ വാർത്തയിലേക്ക് വിട്ടുവീഴ്ച ചെയ്ത് CPIM. രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ CPIയുടെയും കേരള കോൺഗ്രസ് എമ്മിന്റെയും കടുംപിടുത്തത്തിന് വഴങ്ങി CPIM. LDFന് ജയിക്കാൻ കഴിയുന്ന 2 സീറ്റുകളും CPIM ഘടകകക്ഷികൾക്ക് വിട്ടു നൽകി. രാജ്യസഭാ സീറ്റ് വിഭജനം മുന്നണി ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമെന്ന് LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞു. LDF മുന്നണിയെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയാണ് CPIM സവിശേഷ നിലപാടെടുത്തത്. മുന്നണിയിലെ ഒരു പാർട്ടിക്കും UDFിലേക്ക് പോകേണ്ട ഗതികേടില്ലെന്നും EP ജയരാജൻ പറഞ്ഞു. എല്ലാ പാർട്ടികൾക്കും ന്യായമായും അവകാശങ്ങൾ ഉന്നയിക്കാം. അവരെല്ലാം അവരുടെ കാര്യങ്ങൾ മുന്നണിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. എല്ലാ കാര്യങ്ങളും കേട്ട് എല്ലാവരും കൂടി ചേർന്ന് കൈക്കൊണ്ട തീരുമാനം 2 സീറ്റിൽ 1 സീറ്റ് CPIക്ക്, 2ാമത്തെ സീറ്റ് കേരള കോൺഗ്രസ് മാണി. ഇങ്ങനെ 2 പാർട്ടികൾക്ക് സീറ്റ് നൽകാൻ തീരുമാനിച്ചു. ഷഫീദ് റാവുത്തർ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഷഫീദ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം, അതിനുശേഷം ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്ന് വന്ന രൂക്ഷമായ വിമർശനം, ഇതെല്ലാം കൂടി ഇത്തരമൊരു സവിശേഷമായ വിട്ടുവീഴ്ചയ്ക്ക് CPIMനെ പ്രേരിപ്പിച്ചു എന്നതല്ലേ വാസ്തവം? അനുജ, ഉറപ്പായിട്ടും. കാരണം ഒരൊറ്റ ലോക്സഭാ സീറ്റിൽ 4 പാർട്ടികളാണ് വലിയ അവകാശവാദം ഉന്നയിച്ചത്. അതിൽ NCP അന്വയിപ്പിക്കാൻ CPIMനെ സംബന്ധിച്ച് കഴിഞ്ഞു. പക്ഷേ മറ്റു 3 പാർട്ടികൾ, അത് CPI, കേരള കോൺഗ്രസ് എം, RJD, ഇവർ 3 പേരും തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് രാജ്യസഭാ സീറ്റ് എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിന്നു. ഇതോടുകൂടിയാണ് ഒരു സമവായ ഫോർമുല, അത് സ്വന്തം സീറ്റ് വിട്ടു നൽകിക്കൊണ്ട് സ്വീകരിക്കാൻ CPM തയ്യാറായിട്ടുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് CPM എത്തിച്ചേർന്നത്. അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കണ്ട LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞത്, ഉയർന്ന നിലവാരത്തിൽ CPIM ചിന്തിച്ചു. അത് മുന്നണിയുടെ കെട്ടുറപ്പടക്കമുള്ള കാര്യങ്ങൾ മുന്നിൽ കണ്ടാണ്. മുന്നണിയിൽ എതിരഭിപ്രായമില്ല, എല്ലാവരും ചേർന്നുകൊണ്ട് ആ തീരുമാനമെടുത്തു എന്നൊക്കെ LDF കൺവീനർ പറയുമ്പോഴും കഴിഞ്ഞ ദിവസം ചേർന്ന ഉഭയകക്ഷി ചർച്ചയിലടക്കം ഏതെങ്കിലും തരത്തിലൊരു നീക്കുപോക്ക് അത് കേരള കോൺഗ്രസ് എമ്മിന്റെ കാര്യത്തിലാണെങ്കിലും CPIയുടെ കാര്യത്തിലാണെങ്കിലും കണ്ടെത്താൻ CPIMനെ കഴിഞ്ഞില്ല. സ്വാഭാവികമായും വളരെ പ്രധാനപ്പെട്ട മറ്റു ചില ഫാക്ടറുകൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ CPIയിൽ നിന്നടക്കം സർക്കാരിന്റെ പ്രവർത്തനമടക്കമുള്ള കാര്യങ്ങളിൽ ചില വിമർശനങ്ങൾ, അതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് വഴിവെച്ചതെന്നുള്ള കാര്യത്തിൽ വിമർശനം ഉയർന്നിരുന്നു. മുഖ്യമന്ത്രി മാറണം എന്നുവരെ തിരുവനന്തപുരം CPI ജില്ലാ കൗൺസിൽ യോഗത്തിൽ അഭിപ്രായം ഉയർന്നു. സ്വാഭാവികമായും ഘടകകക്ഷികളുടെ ഭാഗത്ത് നിന്ന് അത്തരം എതിർപ്പുകൾ ഉയർന്നാൽ അത് സർക്കാരിനെ സംബന്ധിച്ചും CPIMനെ സംബന്ധിച്ചും വലിയ തരത്തിലുള്ള തലവേദനയ്ക്ക് വഴിവെക്കും. അത് മുന്നിൽ കണ്ടുകൊണ്ടുകൂടി ഒരു അന്വേഷണ നീക്കം എന്നുള്ളത് നമുക്ക് വിലയിരുത്താൻ കഴിയും. 2ാമത്തെ കാര്യം, തദ്ദേശ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. മധ്യ കേരളത്തിലടക്കം ഏറ്റവും കൂടുതൽ ശക്തി കേന്ദ്രമായിട്ടുള്ള കേരള കോൺഗ്രസ് എമ്മിനെ പോലെ ഒരു ഘടകകക്ഷിയെ പിണക്കുന്നത് അത് മുന്നണിക്ക് മുന്നോട്ട് പോക്കിൽ ഗുണകരമാകില്ല എന്നുള്ളൊരു വിലയിരുത്തൽ CPIMനെ സംബന്ധിച്ചിട്ടുണ്ട്. LDF കൺവീനർ EP ജയരാജൻ തന്നെ പറഞ്ഞത്, മധ്യ കേരളത്തിൽ ശക്തമായിട്ടുള്ള സ്വാധീനമാണ് കേരള കോൺഗ്രസ് എം എന്നുള്ളതാണ്. സ്വാഭാവികമായും ആ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളും CPM മുന്നിൽ കണ്ടു. മറ്റൊന്ന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതടക്കം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു സ്ട്രാറ്റജിക് ഫോർമുല എന്നതായി നമുക്കിതിനെ കാണാൻ കഴിയും. അതേസമയം RJD ഇപ്പോഴും കടുത്ത അതൃപ്തിയിൽ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് വിട്ടു നൽകിക്കൊണ്ടാണ് ഏറ്റവും വലിയ വിട്ടുവീഴ്ച CPIM ചെയ്തിരിക്കുന്നത്. അതിനിടെ ലീഗിന്റെ സ്ഥാനാർത്ഥി ഇന്ന് പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്ന് ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിൽ സുപ്രീംകോടതി അഭിഭാഷകൻ ഹാരിസ് ബീരാൻ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാകും. ഡൽഹി KMCC പ്രസിഡന്റായി പ്രവർത്തിച്ചു വരുന്ന ഹാരിസ് ബീരാൻ ലീഗ് നേതാവും അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലുമായിരുന്ന VK ബീരാന്റെ മകനാണ്. തീരുമാനം ഒറ്റക്കെട്ടായി എടുത്തതെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. തിരുവനന്തപുരത്ത് ചേർന്ന ലീഗ് ഉന്നതാധികാര സമിതി യോഗമാണ് രാജ്യസഭാ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുത്തത്. പിന്നാലെ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. ഡൽഹിയിൽ മുതിർന്ന അഭിഭാഷകൻ, ഇന്ത്യൻ ലോയേഴ്സ് ഫോറത്തിന്റെ പ്രസിഡന്റ്, ഓൾ ഇന്ത്യ KMCCയുടെ പ്രസിഡന്റ് കൂടിയാണ് VK ഹാരിസ് ബീരാൻ. അദ്ദേഹത്തെയാണ് മുസ്ലിം ലീഗ് UDF സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കുന്നത്. എറണാകുളം ആലുവ സ്വദേശിയായ ഹാരിസ് ബീരാൻ KMCC ഡൽഹി ഘടകം അധ്യക്ഷനാണ്. ഡൽഹി കേന്ദ്രീകരിച്ചുള്ള നിയമ പോരാട്ടങ്ങളിൽ ലീഗിനായി ഹാജരാകുന്നതും CAA കേസ് നടത്തിപ്പിന്റെ ചുമതല ഏൽപ്പിക്കപ്പെട്ടതും ഹാരിസ് ബീരാനാണ്. പാർട്ടി ഏൽപ്പിച്ച ചുമതല നിറവേറ്റുമെന്ന് ആദ്യ പ്രതികരണം. പാർട്ടി എന്നിൽ വിശ്വാസം അർപ്പിച്ചിരിക്കണം. ആ വിശ്വാസം കാത്തു സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയും എനിക്കുണ്ട്. ആ കാത്തു സംരക്ഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ആയിട്ടുമായി മുന്നോട്ട് പോകും എന്ന് മാത്രം ഞാൻ പറയും. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം, VK ഫൈസൽ ബാബു, PK ഫിറോസ് എന്നിവരെയും രാജ്യസഭയിലേക്ക് പരിഗണിച്ചെങ്കിലും സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പിന്തുണയാണ് ഹാരിസ് ബീരാന് അനുകൂലമായത്.
24 തിരുവനന്തപുരം. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം ആരംഭിച്ചു. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലാണ് യോഗം. മന്ത്രിമാരുടെ വകുപ്പുകൾ ഉടൻ പ്രഖ്യാപിക്കും. മന്ത്രിസ്ഥാനം വീതം വെച്ചതിനെ ചൊല്ലി NDAയിൽ അതൃപ്തി പുകയുകയാണ്. ഒരു സഹമന്ത്രിസ്ഥാനം മാത്രം ലഭിച്ചതിൽ ശിവസേന ഷിൻഡെ വിഭാഗത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. ക്യാബിനറ്റ് പദവി വേണം എന്നാണ് ഇവരുടെ ആവശ്യം. ലോക്സഭാ സ്പീക്കർ പദവിക്കായി TDPയും സമ്മർദ്ദം ശക്തമാക്കി. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, അങ്ങനെ ഘടകകക്ഷികളുടെ ഭാഗത്തുനിന്ന് പല കാര്യങ്ങളിൽ അതൃപ്തി നിലനിൽക്കുകയാണ്. ഇപ്പോൾ ആദ്യ മന്ത്രിസഭാ യോഗം ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ ഏതൊക്കെ പോർട്ട്ഫോളിയോ ആർക്കൊക്കെ എന്നതിലൊക്കെ തീരുമാനം അറിയാനിരിക്കുന്നു. വിശദാംശങ്ങൾ. ബൽറാം, കേൾക്കാമോ? അനുജ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്നാമത്തെ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 മണിക്കൂറോളമായി യോഗം ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ 7 ലോക് കല്യാൺ മാർഗിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഇത്തവണ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് ആദ്യ മന്ത്രിസഭാ യോഗം ചേർന്നുകൊണ്ടിരിക്കുമ്പോഴും മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഇപ്പോഴും പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് BJP കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരം. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം എന്നുള്ളത് പല സ്ഥാനങ്ങളും സംബന്ധിച്ച് ഇപ്പോഴും തർക്കം തുടരുന്നു എന്നുള്ളതാണ്. BJP പ്രധാന വകുപ്പുകൾ എല്ലാം തന്നെ 2ാം മോദി സർക്കാരിന്റെ കാലത്തും 1ാം മോദി സർക്കാരിന്റെ കാലത്തും കൈകാര്യം ചെയ്തിരുന്ന ധനം, ആഭ്യന്തരം, പ്രതിരോധം അടക്കമുള്ള വകുപ്പുകൾ കൈവശം വെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് ഘടകകക്ഷികളുമായി ഇക്കാര്യത്തിൽ ധാരണയായി എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റ് ചില വകുപ്പുകൾ, റെയിൽവേ, കൃഷി എന്നീ വകുപ്പുകൾ സംബന്ധിച്ച് ആണ് അവസാന ഘട്ടത്തിലും അവകാശവാദങ്ങൾ മുറുകിയിരിക്കുന്നത്. ഒപ്പം തന്നെ പല ഘടകകക്ഷികളും ഇതിനകം തന്നെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. TDPക്ക് 2 മന്ത്രിസ്ഥാനങ്ങൾക്ക് പുറമെ സ്പീക്കർ സ്ഥാനം കൂടി ആവശ്യവുമായി ശക്തമായി തന്നെ രംഗത്തുണ്ട്. ഇത്തരത്തിൽ TDP ഉറച്ചു നിൽക്കുകയാണെങ്കിൽ സ്പീക്കർ സ്ഥാനാർത്ഥി TDPയെ മത്സരിപ്പിക്കാൻ TDP തയ്യാറായാൽ പിന്തുണയ്ക്കും എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഒപ്പം തന്നെ ശിവസേനയ്ക്ക് 7 അംഗങ്ങളുണ്ടെങ്കിലും ഒരു സഹമന്ത്രി സ്ഥാനം മാത്രമാണ് നൽകിയിരിക്കുന്നത്. അതേസമയം കർണാടകയിൽ നിന്നുള്ള JDSന് 2 അംഗങ്ങൾ മാത്രമുള്ളപ്പോൾ ഒരു ക്യാബിനറ്റ് പദവി നൽകിയിരിക്കുന്നു. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ശിവസേന ഷിൻഡെ വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തർക്കങ്ങൾ ഇപ്പോഴും തുടരുന്നതിനിടെയാണ് ഈ മന്ത്രിമാരുടെ വകുപ്പുകളുടെ പ്രഖ്യാപനം സംബന്ധിച്ച അനിശ്ചിതത്വം നീളുന്നത്. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ പല നിർണായക പ്രഖ്യാപനങ്ങളും ഉണ്ടാകും എന്നാണ് BJP ദേശീയ നരേന്ദ്രമോദി മന്ത്രിസഭയുടെ ആദ്യ യോഗം പുരോഗമിക്കുന്നു. നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകാൻ സാധ്യത. പക്ഷേ വകുപ്പുകളുടെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സ്ഥാനത്ത് തുടരും. ഏറ്റെടുത്ത സിനിമകൾ പൂർത്തിയാക്കാൻ പ്രധാനമന്ത്രി അനുമതി നൽകി. കേരളത്തിലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സിനിമകൾ പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം. മോദി മന്ത്രിസഭയിൽ എത്തിയതിൽ അഭിമാനമെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കി. ഏറ്റെടുത്ത സിനിമകൾ പൂർത്തിയാക്കാൻ കേന്ദ്രമന്ത്രി പദത്തിൽ നിന്ന് ഒഴിവാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സുരേഷ് ഗോപി വ്യക്തമാക്കിയതിനു പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ അനുനയ നീക്കം. കേന്ദ്ര സഹമന്ത്രി പദത്തിലിരുന്ന സുരേഷ് ഗോപിക്ക് സിനിമകൾ പൂർത്തിയാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുവാദം നൽകി. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സിനിമകൾ പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം. ഭാവിയിൽ നടക്കുന്ന മന്ത്രിസഭാ പുനഃസംഘടനയിൽ സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി നൽകിയേക്കും. PK കൃഷ്ണദാസ്, MT രമേശ് അടക്കം കേരളത്തിൽ നിന്നുള്ള മുതിർന്ന BJP നേതാക്കൾ സുരേഷ് ഗോപിയുമായി കൂടിക്കാഴ്ച നടത്തി. രാജിവെക്കുമെന്നുള്ള മാധ്യമ വാർത്തകൾ തെറ്റെന്നും മോദി മന്ത്രിസഭയിൽ ഭാഗമാകുന്നതിൽ അഭിമാനമുണ്ടെന്നും സുരേഷ് ഗോപി ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കി. ഉറപ്പിച്ച മന്ത്രിസ്ഥാനത്തേക്ക് സസ്പെൻസുകൾക്കൊടുവിലാണ് സുരേഷ് ഗോപി ഡൽഹിയിലെത്തി സത്യപ്രതിജ്ഞ ചെയ്തത്. തന്നെ മന്ത്രിസ്ഥാനത്തു നിന്നും കേന്ദ്ര നേതൃത്വം ഒഴിവാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സുരേഷ് ഗോപിയുടെ പ്രതികരണമാണ് അഭ്യൂഹങ്ങൾക്കിടയാക്കിയത്. 24 ഡൽഹി. കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ വൻ വഴിത്തിരിവ്. താൻ പറഞ്ഞതെല്ലാം കള്ളമാണെന്നും തന്നെ ആരും മർദ്ദിച്ചിട്ടില്ലെന്നും പരാതിക്കാരി വെളിപ്പെടുത്തി. സമൂഹമാധ്യമത്തിലൂടെയാണ് പെൺകുട്ടി മൊഴി മാറ്റി പറഞ്ഞത്. വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ ഭർത്താവ് രാഹുൽ P. ഗോപാൽ ക്രൂരമായി മർദ്ദിച്ചുവെന്നായിരുന്നു നേരത്തെയുള്ള പരാതി. കുറച്ച് കാര്യങ്ങൾ എനിക്ക് എല്ലാവരോടും തുറന്നു പറയണമെന്ന് തോന്നി. മനസ്സിലൊരു കുറ്റബോധമുണ്ട്. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് പോലീസിൻ്റെ മുന്നിലാണെങ്കിലും മീഡിയാസിൻ്റെ മുന്നിലാണെങ്കിലും എനിക്ക് കുറേ അധികം നുണകൾ പറയേണ്ടി വന്നു. എന്നെ അത്രയും ഇഷ്ടപ്പെട്ട, എന്നെ അത്രയും സ്നേഹിച്ച, എന്നെ അത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത എൻ്റെ ഹസ്ബൻഡ് രാഹുലേട്ടനെ കുറിച്ച് ഞാൻ അത്രയും മോശം വന്നിട്ട് മീഡിയാസിന് മുന്നിൽ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക്
അത്രയും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ പോലും അത് ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് എൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായത്. എന്നാൽ പെൺകുട്ടി മൊഴി മാറ്റിയത് ഭീഷണിയെ തുടർന്നാണെന്ന് മാതാപിതാക്കൾ പ്രതികരിച്ചു. കഴിഞ്ഞ തിങ്കളാഴ്ച ജോലിക്കായി തിരുവനന്തപുരത്ത് പോയ പെൺകുട്ടി ഇതുവരെ ഓഫീസിൽ എത്തിയിട്ടില്ല. പെൺകുട്ടിയെ കണ്ടെത്താൻ പോലീസിനെ സമീപിക്കുമെന്ന് പിതാവ് ഹരിദാസ് പറഞ്ഞു. ഇന്ന് ഓഫീസിൽ വിളിച്ചപ്പോഴാണ് തിങ്കളാഴ്ച മുതൽ ഓഫീസിൽ വന്നിട്ടില്ല, ഇവിടെ എവിടെയാണെന്നൊരു പിടിയില്ല. ഒന്നില്ലെങ്കിൽ അവരുടെ കസ്റ്റഡിയിൽ ഇവിടെ പിടിച്ചിട്ടുണ്ട്. ഈ രാഹുലിന്റെ ആളുകള് ഭീഷണിപ്പെടുത്തി ഇവിടെ കൊണ്ട് ഇത് പറയിപ്പിച്ചതാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ വീഡിയോ കണ്ടിട്ട്. ഇപ്പൊ പോലീസിൽ ഞങ്ങൾ പരാതി കൊടുക്കാൻ പോയിട്ടുണ്ട് ആ മിസ്സിംഗ് ആയിട്ട്. അതേസമയം പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലിന് സാധുതയില്ല എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. മർദ്ദനമേറ്റതിന് തെളിവുണ്ടെന്നും പോലീസ് അറിയിച്ചു. ഇപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അതിലേക്ക് തത്സമയം. ഇവിടെ കൂടി രാജ്യസഭയിലേക്ക് മത്സരിക്കേണ്ട CPI സ്ഥാനാർത്ഥിയെപ്പറ്റി തീരുമാനിച്ചു. CPI സ്ഥാനാർത്ഥി സഹോദരൻ PP സുനീർ ആയിരിക്കും, പാർട്ടിയുടെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി. നേരത്തെ പല പേരുകൾ പറഞ്ഞു കേട്ടു. തീരുമാനം പാർട്ടിയുടെ തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനാധിപത്യ പാർട്ടിയാണ്. ആ പാർട്ടിക്കകത്ത് തീർച്ചയായിട്ടും ആരെങ്കിലും ഒരു പേര് പറഞ്ഞാൽ ആ പേരല്ല, പല പേരുകളും വരാം, പല പേരും പരിഗണിക്കാം. പാർട്ടി എന്നിട്ട് കൂട്ടായി തീരുമാനിക്കുന്ന പേരാണ് പാർട്ടിയുടെ പേര്. അതാണ് ഇപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അതൊന്നും പുതിയ കാര്യങ്ങളല്ല. തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഒരു അവലോകനം ഇല്ല, ഉണ്ടായിട്ടില്ല. ഞങ്ങൾ കൂടും, ശരി, ഞങ്ങൾ കൂടും, അറിയിക്കുന്നതെല്ലാവരെയും. ആ അവകാശം CPIക്ക് വിട്ടുതരിക. CPI സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന അവകാശം CPIക്ക് വിട്ടുതരിക. അതിനകത്ത് മാധ്യമ സുഹൃത്തുക്കളുടെ അമിതോത്കണ്ഠയെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഈ CPM ഒരു വിട്ടുവീഴ്ച ചെയ്തതാണ് പൊതുവിൽ വിലയിരുത്തപ്പെട്ടത്. കാരണം 2 സീറ്റ് വന്നപ്പോൾ ഒന്ന് CPIക്ക് ഒന്ന് കേരള കോൺഗ്രസ്. അല്ല, അത് പറയാൻ CPIക്ക് മടിയില്ല. LDFിലെ ഒന്നാമത്തെ കക്ഷിയായ CPM LDFിൻ്റെ താല്പര്യങ്ങളെയും ഐക്യത്തെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചെയ്ത ആ രാഷ്ട്രീയ തീരുമാനം തീർച്ചയായിട്ടും ശ്ലാഘനീയമാണ്. സഹോദര പാർട്ടിയായ CPI ആ തീരുമാനം കൈക്കൊണ്ട CPIM-നെ വളരെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു, ശ്ലാഘിക്കുന്നു. അത് LDFിൻ്റെ ഐക്യത്തിന് വേണ്ടി CPM ചെയ്ത ഒരു വലിയ വിട്ടുവീഴ്ചയായിട്ട് അംഗീകരിക്കുന്നു. അല്ല, ഇതിന്റെ തീരുമാനത്തിന്റെ പ്രാധാന്യം പോകും അതൊക്കെ പറഞ്ഞു. PP സുനീർ CPIയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാകും. ആ തീരുമാനം പാർട്ടിയിൽ കൈക്കൊണ്ടിരിക്കുന്നു. ജനാധിപത്യപരമായ തീരുമാനമാണ് നടപ്പാക്കുന്നത് പാർട്ടിയിൽ എന്നാണ്. നേരത്തെ ആനി രാജയുടേത് ഉൾപ്പെടെ പേരുകളൊക്കെ കേട്ടിരുന്നതാണ്. അപ്പോൾ PP സുനീർ എന്ന പേരിലേക്ക് പാർട്ടി എത്തിയിരിക്കുന്നു എന്നതാണ് സംസ്ഥാന സെക്രട്ടറി അറിയിച്ചത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കാണ് ഇനി. തൃശൂർ പൂരം നടത്തിപ്പിലെ പാളിച്ചയിൽ വിമർശനം നേരിട്ട സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിനെതിരെ നടപടി. അങ്കിത് അശോകിനെ സ്ഥാനത്ത് നിന്ന് മാറ്റി, പുതിയ ചുമതല നൽകിയിട്ടില്ല. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പോലും ഈ തൃശൂർ പൂരം നടത്തിപ്പ് വീഴ്ച കാരണമായിട്ടുണ്ട് എന്നൊക്കെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നടപടിയായിരിക്കുന്നു. വിവരങ്ങൾ. അനുജ, നമ്മൾ കണ്ടതാണ്. അതായത് ആനകൾക്ക് പട്ട നൽകാൻ പോയവരെയും കുടയുമായി അകത്ത് കടക്കാൻ ശ്രമിച്ചവരെയും എല്ലാം കമ്മീഷണറുടെ നേതൃത്വത്തിൽ പോലീസുകാർ തടയുന്നതും അസഭ്യം പറയുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ അതടക്കം പുറത്തു വന്നതിന് പിന്നാലെ വലിയ തരത്തിലുള്ള എതിർപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലടക്കം ഇടതുമുന്നണിക്ക് വലിയ തിരിച്ചടി നേരിടുന്ന ഒരു സാഹചര്യം, അതായത് വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ച തൃശ്ശൂരിലടക്കം വലിയ തിരിച്ചടി നേരിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇത് ഈ പൂരം നടത്തിപ്പിലെ അലങ്കോലപ്പെടുത്തലും അതേപോലെ തന്നെ പോലീസ് വീഴ്ചയും എല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനടക്കം തിരിച്ചടിയായെന്നുള്ള വിലയിരുത്തൽ മുന്നണിയിൽ പല ഘടകകക്ഷികൾക്കും ഉണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് വളരെ അടിയന്തരമായ നടപടിയിലേക്ക് കടന്നിട്ടുള്ളത്. അന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകനെ സ്ഥലം മാറ്റിയിട്ടുണ്ട്. അതിന് പകരം സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിലെ ടെക്നിക്കൽ ഇന്റലിജൻസ് SP ആയിരുന്ന R ഇളങ്കോയെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറായി മാറ്റി നിയമിച്ചു. അങ്കിത് അശോകനെ സംബന്ധിച്ച അദ്ദേഹത്തിന് മറ്റൊരു നിയമനത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ നിയമനം സംബന്ധിച്ചുള്ള വിവരങ്ങൾ അത് പ്രത്യേക ഉത്തരവായി പുറത്തിറങ്ങുമെന്നുള്ളതാണ് ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ പുറത്തിറക്കിയ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പൂരം അലങ്കോലമാക്കിയതിന്റെ മുഖ്യ ഉത്തരവാദി സിറ്റി പോലീസ് കമ്മീഷണറാണെന്ന് വ്യക്തമാക്കി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. മുഖ്യമന്ത്രി തന്നെ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടുന്ന സാഹചര്യം ഉണ്ടായി. മാത്രമല്ല തൃശൂർ ജില്ലയുടെ മന്ത്രി ആയിട്ടുള്ള ആളുകളടക്കം ഇതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള വിമർശനം അത് മുന്നണിക്കുള്ളിലും മുഖ്യമന്ത്രിയോടും നേരിട്ടടക്കം അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് വളരെ അടിയന്തരമായി അങ്കിത് അശോകനെ മാറ്റിക്കൊണ്ടുള്ള സർക്കാർ തീരുമാനമെന്നാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. തൃശൂർ പൂരം നടത്തിപ്പിലെ പാളിച്ചയിലാണ് വിമർശനം നേരിട്ട് സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിനെതിരെ നടപടിയുണ്ടായിരുന്നു. സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി.
പുതിയ ബാർകോഴ ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് നിയമസഭ സ്തംഭിപ്പിച്ച് പ്രതിപക്ഷം. പണപ്പിരിവ് പോലീസ് അന്വേഷിച്ചില്ലെന്നും ശബ്ദരേഖ എങ്ങനെ പുറത്തുവന്നതിൽ മാത്രമാണ് അന്വേഷണം നടന്നതെന്നും പ്രതിപക്ഷം ആരോപിച്ചു. മദ്യനയത്തിൽ പ്രാഥമിക ചർച്ചകൾ പോലും നടത്തിയിട്ടില്ലെന്നും ജനിക്കാത്ത കുഞ്ഞിന്റെ പേരിലുള്ള വ്യാജ വിവാദമെന്നും മന്ത്രി MP രാജേഷ് മറുപടി നൽകി. പോലീസ് അന്വേഷണം തടസ്സപ്പെടുത്താനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. മദ്യനയം അനുകൂലമാക്കാൻ പണപ്പിരിവ് നിർദ്ദേശിച്ചുള്ള ബാറുടമയുടെ ശബ്ദരേഖയാണ് പ്രതിപക്ഷം നിയമസഭയിൽ ഉയർത്തിയത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം അഴിമതിയിലേക്ക് കൺ തുറന്നില്ല എന്നും എക്സൈസ് വകുപ്പിൽ ടൂറിസം വകുപ്പ് കൈകടത്തുന്നു എന്നും അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയ റോജി M. ജോൺ ആരോപിച്ചു. സാർ, ഒരു കാര്യം മനസ്സിലായോ? അങ്ങയുടെ ഡിപ്പാർട്ട്മെന്റിൽ മദ്യനയത്തിന്റെ അവിടെ കുഞ്ഞ് ജനിക്കുകയും ചെയ്തു. ഇനി അതിന്റെ അച്ഛൻ ആരാണെന്ന് അന്വേഷിച്ചാൽ മതി സാർ. വേറെ ആളുകളാണ് വന്ന് ഇത് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ? ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? മദ്യനയവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ചർച്ചകൾ സർക്കാർ ആരംഭിച്ചിട്ടില്ലെന്നും അഴിമതിയുടെ കുരുക്ക് മുറുക്കാൻ കഴിയുന്ന കഴുത്തുകൾ പ്രതിപക്ഷ ഭാഗത്താണ് ഉള്ളതെന്നും എക്സൈസ് മന്ത്രി MP രാജേഷിന്റെ മറുപടി. നിങ്ങൾ ഈ കുരുക്കും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് വേണ്ടി കുരുക്ക് മുറുക്കാൻ പുറത്തു വേറെ കുറെ പേരുണ്ടല്ലോ. കുരുക്ക് മുറുക്കൽ തലക്കെട്ടുകൾ സൃഷ്ടിക്കുന്ന ആളുകളുണ്ടല്ലോ. നിങ്ങൾ അതെ അതെ ഭാഗം ഞാൻ എനിക്കതാ നിങ്ങളോട് പറയാനുള്ളത്. ഇത്തരം ഈ കുരുക്കുകളുമായി ഇവിടെ കഴുത്തന്വേഷിച്ച് നടന്നിട്ട് കാര്യമില്ല. അതിന് പാകമായ കഴുത്തുകൾ അപ്പുറത്ത് ധാരാളമുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കെട്ടിച്ചമച്ച കഥയാണ് പ്രതിപക്ഷത്തിന്റേതെന്ന് മുഖ്യമന്ത്രി. സർ, ഇവിടെ ഇല്ലാത്തൊരു കാര്യം കെട്ടിച്ചമച്ച് ഇവിടെ എന്തോ സംഭവിക്കുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കെട്ടിച്ചമച്ച ഒരു വാദഗതിയാണ് ഇപ്പോൾ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരിക്കുന്നത്. കാലം കണക്ക് ചോദിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ്. അന്ന് പറഞ്ഞ ഈ അന്വേഷണം ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. അന്ന് PC ആക്ടിന്റെ വകുപ്പനുസരിച്ച് കേസെടുത്തേ മതിയാവൂ. അത് ഞങ്ങൾ നിരന്തരമായ നിയമസഭയ്ക്കകത്തും പുറത്തും നിരന്തരമായ സമരത്തിലേക്ക് കേരളത്തിലെ പ്രതിപക്ഷം കടക്കുകയാണ്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച പ്രതിപക്ഷം സഭാ നടപടികൾ സ്തംഭിപ്പിച്ചു. 24 തിരുവനന്തപുരം. ഇന്നത്തെ ചില വാർത്തകൾ ചുരുക്കത്തിൽ പരിശോധിക്കും. തദ്ദേശ സ്ഥാപന വാർഡ് വിഭജന ബിൽ ചർച്ചയില്ലാതെ നിയമസഭ പാസാക്കി. പ്രതിപക്ഷ ബഹളത്തിനിടെ 5 മിനിറ്റ് കൊണ്ടാണ് ബില്ല് പാസാക്കിയത്. സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാമെന്ന അജണ്ട ഭേദഗതി ചെയ്താണ് സർക്കാരിന്റെ നടപടി. തൃശൂരിലെ തോൽവിക്കും കൂട്ടത്തല്ലിനും പിന്നാലെ തൃശൂർ DCCയിൽ കൂട്ടരാജി. ജോസ് വള്ളൂർ DCC പ്രസിഡന്റ് സ്ഥാനവും MP വിൻസെന്റ് UDF ജില്ലാ ചെയർമാൻ സ്ഥാനവും രാജിവെച്ചു. തെരഞ്ഞെടുപ്പ് പരാജയം അന്വേഷിക്കാൻ KPCC 3-അംഗ സമിതിയെ നിയോഗിച്ചു. ലോക കേരള സഭയുടെ ഉദ്ഘാടകനാകാനുള്ള ക്ഷണം നിരസിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ചീഫ് സെക്രട്ടറി രാജ്ഭവനിലെത്തി നേരിട്ട് ക്ഷണിച്ചെങ്കിലും ഉദ്ഘാടകനാകാൻ താൽപര്യമില്ലെന്ന് ഗവർണർ അറിയിക്കുകയായിരുന്നു. ജമ്മുകശ്മീരിൽ 10 പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിന് പിന്നിൽ പാക് ഇടപെടലെന്ന് പ്രാഥമിക വിവരം. 2 ഭീകരർ വെടിയുതിർത്തു. പ്രൈം ടൈം ന്യൂസ് അവസാനിക്കുന്നു.